രോമേ, എന്തോ ഈ തെങ്ങിന് കായ്പിടുത്തം കുറവാണല്ലോ, ചൊട്ടയിലൊന്നും കാര്യമായിട്ട് ഇല്ലല്ലോ ഒന്നും. ഈ ഒരു കൊല നന്നായിട്ടുണ്ടായി. ഇത് നന്നായിട്ടുണ്ടായി. ഇവിടെ ഒരു കൊല ഞാൻ കട്ട് ചെയ്തെടുത്തതാ. അത് കഴിഞ്ഞ പിന്നെ ഇതിന്റെ മണ്ടയിൽ ഇത് കണ്ടോ, ഒറ്റ കാ പിടിച്ചിട്ടില്ല. ഇത് അതിന്റെ മണ്ടയിലോട്ട് കയറി വന്നിട്ടുമുണ്ട്. ഇതെന്താ കാരണം എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാൻ pH കറക്റ്റ് ചെയ്യാതെ വന്നതാ. മണ്ണിന്റെ ഘടന കറക്റ്റ് ചെയ്യാതെ വന്ന pH. ഇതിന്റെ ചുവട്ടിൽ അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് ഞാൻ ഡൊളാമെറ്റ് വെതറി കൊടുത്തിരിക്കുന്നത്. ഇത് ഡൊളാമെറ്റ് കിടക്കുന്ന ഇത് ഡൊളാമെറ്റ് കിടന്ന pH കറക്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ പിന്നെയാണ് ഇതിന് മണ്ട ചൊട്ട പിടിച്ചിരിക്കുന്നത്. കണ്ടോ, അതിന്റെ ആ pH ക്രമീകരിക്കാൻ പറ്റാതെ പോയപ്പോഴത്തെ ഒരു ലെയർ മുഴുവൻ മെച്ച് പിടിക്കാൻ പോയി. അത് അതിന്റെ മണ്ടയിൽ pH ക്രമീകരിച്ച് വന്ന സമയത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും pH താഴെ പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. താഴെ പോയി. ഈ വൃക്ഷത്തിന് ആവശ്യത്തിനുള്ള വളം കിട്ടത്തക്ക രീതിയിലുള്ള മണ്ണല്ലെന്നുണ്ടെങ്കിൽ വിളവുണ്ടാകുകയില്ല. അത് മനുഷ്യ ശരീരം പോലെ തന്നെ ഈ സംഭവം നമ്മൾ pH എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഒരു ഡോക്ടറുടെ എംബളം എന്നാ ഇങ്ങനെ ഒരു എംബളം ഉണ്ടല്ലോ, ഒരു അഡ്വക്കേറ്റുമാർക്ക് എംബളം ഉണ്ടല്ലോ, ഒരു പോലീസുകാർക്ക് ഒരു എംബളം ഉണ്ടല്ലോ. പക്ഷെ കൃഷിക്കാരന്റെ എംബളം എന്നാ ഇപ്പം തൂമ്പായാണ്. അത് കാലകരണപ്പെട്ട കേസാണ്. ഇന്ന് ഇവിടെ തൂമ്പായും മമ്മൂട്ടിയൊക്കെ ഇരിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ pH എന്ന് പറയുന്ന സംഭവം ഇതാണ് pH നോക്കുന്നത്. ഇത് സോയിൽ pH നോക്കുന്ന ഇത് സോയിൽ pH നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷിക്കാരന് അറിഞ്ഞിരിക്കേണ്ടതും ഒരു കൃഷിക്കാരൻ്റെ എംബളം എന്ന് പറഞ്ഞാൽ pH ആണ്. pH മീറ്റർ ആണ് അവൻ്റെ എംബളം. pH എവിടെ നോക്കാൻ ഒരു കൃഷിക്കാരൻ എവിടെ നോക്കി അവൻ മണ്ണിൽ നോക്കുന്നോ അത് കറക്റ്റ് ചെയ്ത് പഠിക്കുന്നത് അവൻ കൃഷിക്കാരനായി. അടിസ്ഥാനം pH അത് മനസ്സിലാക്കിയിട്ട് വേണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ വിളവുപോലെ ഇതെല്ലാം ബാധിക്കും. ഇത് മണ്ണിന്റെ സോയിലിന്റെ സോയിൽ pH നോക്കുന്നത്. ഇത് നമ്മളെങ്ങനെയാ മണ്ണിലെ കുത്തി നോക്കുവാണോ? ഇത് കുത്തി നോക്കുക. ഇത് ഞാൻ മേടിച്ചതാണ്. അതുപോലെ തന്നെ തെർമോമീറ്റർ പോലെ തന്നെ അല്ലേ? ഇത് നമ്മൾ എന്തോരം താഴത്ത് താത്തണം? ഇത് താക്കാവുന്നിടത്തോളം ഒരു താഴത്തില്ല എന്ന് വെച്ചാൽ കണ്ടമാനമല്ല, ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് വരെ. ഞാൻ സ്വല്പം ഇത് നോക്കും. പ്രധാനമായിട്ടും നനവുണ്ടായിരിക്കണം. ഈർപ്പം ഉള്ള മണ്ണിൽ, ഇപ്പം വേനല്ലേ, ഈർപ്പമുള്ള മണ്ണിൽ പ്രവർത്തിക്കുള്ളൂ. അത് സ്വല്പം അങ്ങ് വെള്ളം വലിഞ്ഞോട്ടെ. എന്നിട്ട് നമ്മൾ ഇത് കമ്പിക്കും എല്ലാം കുത്തണം? അതെയോ? ഒന്നും വേണ്ട. എന്തോരം താഴ്ച എടുക്കേണ്ടത്? അതൊരു ഇത്രയും താഴ്ച, ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് താഴ്ച വരെയും താഴ്ന്നു പോക്കോട്ടെ. അപ്പൊ ഈ 3 ഇഞ്ച് താഴ്ചയിലുള്ള മണ്ണിന്റെ ആ ഘടന തന്നെയാണോ താഴോട്ടുള്ളത് തന്നെ? മേൽമണ്ണിലേ അല്ലേ നമ്മൾ നോക്കേണ്ടത്. മേൽമണ്ണ് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് നോക്കിയാൽ മതിയല്ലോ. ഞാൻ ചോദിച്ചതെന്നറിയാം, നമ്മളൊരു തൂമ്പായിക്ക് താത്തുമ്പോൾ ഈ 3 ഇഞ്ച് അല്ല താഴുന്നത്, താഴും. മാത്രമല്ല കാലാകാലങ്ങളിൽ ഈ വൃക്ഷത്തിന്റെ പേര് താഴോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ മേൽമണ്ണിലെ നോക്കിയാൽ മതിയോ? മേൽമണ്ണാണ് ക്രമീകരിക്കുന്നത്. മേൽമണ്ണെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും ഒരു 6 ഇഞ്ച് വരെയുള്ളത് കൂട്ടിക്കും. 6 ഇഞ്ചിന്റെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന് നല്ലതാണ്. നമുക്ക് ഈ മണ്ണിന്റെ ഘടന ഒന്ന് പരിശോധിക്കാനേ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഇത് ക്യാപ്പ് കയറണം. ഇവിടെയാണ് സംഭവം. ഈ സംഭവം മണ്ണുമായിട്ട് കിട്ടുക. ഇത് എവിടെ വരെ ഇറങ്ങി ചെല്ലുന്ന 1 ഇഞ്ചോ 2 ഇഞ്ചോ 2 അടിയോ 1 അടിയോ താത്ത് നമ്മൾ കുഴി കുത്തി പോകും. ആ കുഴിക്കകത്ത് ഇറക്കി വെച്ചാലും ഈ സംഭവം അവിടെ ചെല്ലാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു 1.5 അടി താഴ്ചയിലുള്ള മണ്ണിന്റെ ലെവൽ നോക്കിയാൽ മതി. ഇതിപ്പം വെള്ളം ഒഴിച്ചിരിക്കുന്നതല്ലേ, കുത്തി നോക്കിയോ? ഇങ്ങനെ കുത്തട്ടെ. എവിടെ ഇറങ്ങി ചെല്ലുന്നുണ്ട്? അവിടെ വരെ ചെല്ലുന്നുണ്ട്. അല്ലെങ്കിൽ ഒടിഞ്ഞു പോയെങ്കിലോ? ഇപ്പം മാറ്റം വരുന്നുണ്ട്. അതിൽ തന്നെ നിൽക്കുന്നുണ്ടോ? 7 കണ്ടോ? 7 കണ്ടോ നിൽക്കുന്നുണ്ടോ? pH കറക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ടോം പറഞ്ഞനുസരിച്ച് ഈ മണ്ണിന്റെ pH കറക്റ്റ് ആണല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലേ ഡൊളാമെറ്റ് ഞാൻ ക്രമീകരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മണ്ടയിൽ മെച്ച് പിടിച്ചിരിക്കുന്നത്, അതായത് കണ്ടോ പിന്നെ വന്ന കൊലകളില്ല. പിന്നെ വന്ന കൊലകളിൽ മെച്ച് പിടിക്കുന്നുണ്ട്. ഇവിടെ ഡോളമെറ്റ് ഇട്ടുകൊണ്ടല്ലേ പീച്ച് കറക്റ്റ് ആയതും ഇതിന്റെ വിളവിൽ വ്യത്യാസം വന്നതും. ഇത് വേറെ സ്ഥലത്ത് ഇതൊന്ന് പരീക്ഷിച്ച് കാണിക്കാവോ? കാരണം ഓരോ മണ്ണിലും ഓരോന്നല്ലേ പറഞ്ഞു. നോക്കിയാലോ? ഇതിപ്പോ 7 അല്ല നിൽക്കുന്നത്. ഇത് 7 അല്ലേ?
ഇത് കണ്ടോ മാറി താഴോട്ട് പോരുന്നുണ്ടോ? താഴോട്ട് പോരുന്നുണ്ട്. ഇതിപ്പോൾ എത്ര വന്നിരിക്കുന്നത്? ഇപ്പം 4.8. ഇത് സംഭവം അതുപോലെ താന്നു പോയിരിക്കുന്നത്. അപ്പോൾ സ്ഥലത്തിനനുസരിച്ച് മാറ്റം വന്നു. അപ്പോൾ ഇവിടെ ഡോളമൈറ്റ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഈ 5.something നിൽക്കുന്നത് അല്ലേ? മറ്റിടത്ത് 7 ഉണ്ടായിരുന്നു. മറ്റിടത്ത് 7 കണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് ഇന്ന് കണ്ടോ? അതെല്ലാം ചുട്ട വിരിഞ്ഞിരിക്കുന്നതുണ്ടോ? കണ്ടു. ഇവിടെ നോക്കിയോളൂ, ചുട്ട വിരിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതിന്റെ വേരിയേഷൻ സംഭവിക്കും, വീണ്ടും തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറയുന്നത് pH മീറ്റർ വെച്ച് നോക്കിക്കൊണ്ട് വളം വെതറി കൊടുക്കാന്നുള്ള കേസേ ഉള്ളൂ. pH ക്രമീകരിച്ചുകൊണ്ടല്ലേ ആ മുകളിൽ ചൊട്ട കൂടുതലിടുകയും ഇടഭാഗം ഇല്ലാതെ പോയിട്ട് അത് മാറ്റം വന്നത്. അതെ. അപ്പോൾ അത് pH ക്രമീകരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? pH ക്രമീകരിക്കാൻ പണ്ടത്തെ കാലത്ത് നമ്മൾ കുമ്മായമായിരുന്നു ഇട്ടിരുന്നത്. ഈ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ഒരു വലിയ ദൂഷ്യമുണ്ട്. പെട്ടെന്ന് മണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് pH കണ്ടോനം വ്യത്യാസം വരും. ഈ വെള്ളത്തിൽ ഓളം തള്ളി വെള്ളം മുകളിലോട്ട് പോകുകയല്ലേ എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് കുമ്മായം ഇടേണ്ട അവസ്ഥകളുണ്ട്, കുമ്മായം ഇടേണ്ട സ്ഥലങ്ങളുണ്ട്. തന്നാണ്ട് കൃഷിക്ക് കുമ്മായം ഇടുക, അത് ഏറ്റവും നല്ലത്. തന്നാണ്ട് കൃഷി ചെയ്യുന്ന കപ്പ ജാനങ്ങളതിന് കുമ്മായം വെതറി കൊടുക്കുക. പിന്നെ ചെയ്യാവുന്ന ഡൊളമേറ്റാണ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഡൊളമേറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അതൊരു പാറ പൊടിച്ച് വരുന്നതാണ്. ഡൊളമേറ്റിനകത്ത് മഗ്നീഷ്യം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഗുണം അതിനകത്തുണ്ട്. അത് എവിടെ നിന്ന് അവൈലബിൾ ആവുന്നത്? അത് ഇഷ്ടം പോലെ ഇന്ന് കൃഷിഭവൻ വഴി വേണ്ട എല്ലാ വളക്കടകൾക്കൂടെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. വില എങ്ങനെയാണ്? വില 350 രൂപയേ ഉള്ളൂ. ഏതാണ്ട് 40 കിലോ ചാക്കിന്. അത്രേ ഉള്ളൂ. ഒരേക്കർ സ്ഥലത്തിന് കൂടുതൽ 2 ചാക്കിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കുറേശ്ശേ തുളി വിട്ടാൽ അത് ചുമ്മാ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ ഏത് തോട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെതറി അങ്ങ് വിട്ടാൽ മഴയെ വല്ലതും നോക്കേണ്ട കാര്യമുണ്ടോ? ചെറിയ നനവുണ്ടായിരിക്കണമല്ലോ. അതായത് മഴക്കാലം എന്ന് പറഞ്ഞാൽ ചെറിയ ഈർപ്പുള്ള മഴ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് മണ്ണിലോട്ട് ഇപ്പം ഇറങ്ങി ചെല്ലുന്ന ഒരു അവസ്ഥ ഒഴുകിക്കൊണ്ട് പോരും. ഇത് പെട്ടെന്ന് അലുക്കുപോയത് പൗഡറാന്നേ. പൗഡറാ. ഈ പൗഡർ വെള്ളം നിറത്തിലുള്ള പൗഡറാ. ഈ സാധനം നമ്മളിങ്ങനെ അങ്ങ് വെതറി വിടുന്നു. പിന്നെ പച്ചക്കക്കായ ഉണ്ട്. പച്ചക്കക്കായ ഇടുന്നത് പ്രധാനമായിട്ടും ജാതിത്തോട്ടം, തെങ്ങും തോട്ടം, ഇതൊക്കെ സ്ഥിര വിളകൾക്ക് പച്ചക്കക്കായാണ് ഏറ്റവും നല്ലത്. അവൻ പെട്ടെന്ന് പിടിക്കുകയല്ല. അവനൊരു കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് ഇവൻ പയ്യ ആശാൻ അലുത്ത് മണ്ണ് കെട്ടി ചേരുള്ളൂ. അപ്പോൾ മണ്ണിലെ pH കുറയുന്നതനുസരിച്ച് ഇവൻ അലുത്തുകൊണ്ടിരിക്കും. പച്ചക്കാക്കയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത് തന്നാണ്ട് വിള ഒരു കാരണവശാലും പറ്റില്ല. അവൈലബിൾ ആയിട്ടുള്ളത് സാധാരണ പച്ചക്കക്കയല്ലോ. അല്ലല്ല, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പുഴുങ്ങിയതിന് ശേഷമുള്ള കക്കയ അത് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കുമ്മായി ആക്കി മാറ്റുന്നു. അപ്പോൾ പച്ചക്കക്ക എങ്ങനെ കിട്ടുന്നു? പച്ചക്കക്ക സാധാരണഗതിയിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന എറണാകുളം ചെന്ന് എടുക്കുക. അവിടെ ചെന്നിട്ട് പുഴുങ്ങാത്ത കക്ക നോക്കി എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ജാതിത്തോട്ടം കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം അങ്ങനെ കിട്ടിയിരിക്കുന്നുള്ളൂ. അത് ഭയങ്കര എക്സ്പെൻസ് ആണ്. 2-3 തന്നാണ്ട് കൃഷികൾക്ക് പറ്റുകയില്ല. റബ്ബർ തോട്ടത്തിന് പോലും റബ്ബർ തോട്ടം അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിന് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഉള്ളവർക്ക് തന്നെ ജാതിയ, കവുങ്ങ്, തെങ്ങ് ഇങ്ങനെയുള്ള സ്ഥിര വിളകൾക്ക് പച്ചക്കക്കയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഡൊളമേറ്റാ. കർഷകനും അവൻ്റെ വിളകൾ നടുന്നതിന് മുമ്പൊക്കെ എപ്പോഴും മണ്ണിന്റെ ഘടന പരിശോധിച്ച് pH ഒക്കെ പരിശോധിച്ച് വേണം. ഒരു ഡോക്ടർ ഒരു രോഗിയെ കാണുമെന്ന് പറഞ്ഞ പോലെ ഒരു കൃഷിക്കാരൻ ഒരു ഭൂമിയിൽ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ അവൻ ആദ്യം നോക്കേണ്ടത് pH ആണ്. pH ലെവൽ ചെയ്ത കൃഷി ആരംഭിക്കാവുള്ളൂ. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പം മണ്ണിന്റെ ഹെൽത്ത് അനുസരിച്ച് വേണം കൊടുക്കാൻ. മണ്ണിന്റെ ഹെൽത്ത് നോക്കണം, എന്ത് കൊടുക്കണം. ആവശ്യമില്ലാതെ pH ക്രമീകരിക്കാൻ പോകേണ്ട കാര്യമില്ല. അതിപ്പോൾ 7-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൽക്കലൈനിലോട്ട് പോയി അങ്ങനത്തെ സംഭവം വരുന്നില്ല. ഇല്ല, ഇപ്പോൾ കട്ടവാ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ 7.2 കാണിച്ചിട്ടുണ്ട്. കാരണം ഡൊളമേറ്റ് ഇട്ട് കയറ്റി നിർത്തിയിരിക്കുക. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറഞ്ഞ് 7-ലോട്ട് വരും, ഒരു 6-ലോട്ട് വന്നത്. 6 to എത്ര നാൾ കൂടുമ്പോഴായിരുന്നു നോക്കുന്നത്? ഞാനൊരു 6 മാസം കൂടുമ്പോൾ ഇനിയിപ്പോൾ നോക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കും. അല്ല, ഒരു കൊല്ലത്തിൽ ഒന്നെങ്കിലും നോക്കിയിരിക്കും, ഒന്നെങ്കിലും ഡൊളമേറ്റ് വെതറി വിട്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കണ്ടമാനം മണ്ണൊലിപ്പ് കാരണമാണ്. മണ്ണൊലിപ്പ് തന്നെയല്ല, മഴവെള്ളത്തിൽ നിന്ന് സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ ഇത് കുറയാനുള്ള കാരണം മഴയില്ലാത്തതുകൊണ്ട്. എന്നാൽ കേരളം തൊട്ട് അങ്ങ് കൊങ്കൺ ട്രൈബിളുടെ സൈഡ് കർണാടകത്തിന് അങ്ങ് പോയിട്ട് മഹാരാഷ്ട്രയുടെ അടുത്ത് വരെയും ഈ pH പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മഴ ഇതിനകത്ത് മേൽമണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ഘടകം. രണ്ടാമത് മഴയിൽ നിന്ന് വന്നിരിക്കുന്ന അസിഡിറ്റി ഉണ്ടല്ലോ, അതിൽ വന്നിരിക്കുന്ന മണ്ണിലേക്ക് അന്തരീക്ഷത്തിലെ ഉണ്ട് അങ്ങനെ വന്നിരിക്കുന്ന മാറ്റമാണ്. അതൊരു 15 കൊല്ലമായുള്ള ഈ വ്യത്യാസം വന്നിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.